ഹേ ഗായ്സ്, അങ്ങനെ എക്സാം എഴുതാനുള്ള വ്യഗ്രതയിൽ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകുന്ന പോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെ ആയതുകൊണ്ട് യാത്ര ചെയ്ത് കഷ്ടപ്പെടേണ്ട എന്നൊക്കെ തോന്നുമെങ്കിലും കുറച്ച് യാത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും രസമായിരുന്നില്ലേ. അങ്ങനെ കോളേജിലെത്തിയപ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. മോഡൽ എക്സാംസിന്റെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. അതാ കിട്ടി എൻ്റെ കുറിപ്പടി. കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നിട്ടോ. നമുക്കതൊക്കെ മതിയെന്നേ. ബെല്ലടിച്ചപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ചെന്ന് പറഞ്ഞ് എൻ്റെ പണിയായതുങ്ങളുമായി ഞാൻ എൻ്റെ അംഗത്തട്ടിലേക്ക് പോയി. നമ്മളിത് എത്ര കണ്ടതാ. അല്ല, അങ്ങനെയല്ല. ബൈ ദ വേ, എക്സാം നല്ലതായിരുന്നു കേട്ടോ. സ്കിപ്പ് ചെയ്ത മൊഡ്യൂളിന് കാര്യമായിട്ടൊന്നും വന്നില്ല. ഭാഗ്യം അല്ലേ, കാണായിരുന്നു. എന്നാൽ കഴിയുന്ന വിധം തള്ളി മറിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ പിള്ളേ നേരെ സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് വെച്ചു പിടിച്ചു. ഞങ്ങളുടെ ഓൾ ടൈം ഗോസിപ്പ് കേന്ദ്രം അതാണ്. ദാ ഈ വിശിഷ്ട വാഹനത്തിലാണ് നമ്മുടെ സഞ്ചാരം. പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കോർട്ട് ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടന്നു. അതാണ് ഞങ്ങളുടെ ഗൂഢാലോചന കേന്ദ്രം. പിന്നെ ഇന്ന് വന്നതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അത് ആഘോഷിക്കാൻ പറ്റാതെ പോയതിൻ്റെ ക്ഷീണം തീർക്കാൻ വന്നതാണ് ഇന്ന്. ഞങ്ങളൊരു ചെറിയ ചോക്ലേറ്റ് ലാവ കേക്കൊക്കെ മേടിച്ച് ഒരു ചെറിയ പാട്ടൊക്കെ പാടി ആ ചടങ്ങുകൾ നടത്തി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓർഡർ ചെയ്ത് വയറിനെ സമാധാനപ്പെടുത്തി. പിന്നെ ആസ് യൂഷ്വൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. എക്സാമിൻ്റെ ക്ഷീണമെല്ലാം അങ്ങനെ അങ്ങോട്ട് തീർത്തിട്ട് ഇനി അടുത്ത അംഗത്തിന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. കൂടടയ്ക്ക് മുന്നേ ഞാനും തിരിച്ചു കയറി. ബാക്കി വിശേഷം അടുത്ത വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.